വെൽക്കം ടു മിൻറ്റ് ദ റൈറ്റ് ഗൈഡൻസ്. മെയിൽ അപ്പോൾ എക്സാമിൻ്റെ കാലണ്ടർ വന്നു അല്ലേ? അപ്പോൾ 23rd മെയിന് നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ എക്സാം നടക്കാൻ പോവുകയാണ്. അപ്പോൾ തമ്മിൽ കണ്ട പോലെ കട്ട് ഓഫ് കൂടും. എന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം. അതേപോലെ തന്നെ എക്സാമിൻ്റെ ഡേറ്റ് എന്നാണ് ഹോൾ ടിക്കറ്റ് വരിക, എന്നാണ് കൺഫർമേഷൻ വിൻഡോ, ഇതൊക്കെ ഒന്ന് നമുക്ക് നോക്കിപ്പോവാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ? സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. നമ്മൾ ഫസ്റ്റ് കാണുന്ന ഈ കാലണ്ടറിൻ്റെ ജസ്റ്റ് NCA വേക്കൻസീസ് ഒക്കെയാണ് വന്നിട്ടുള്ളത്. വിമൻ സിവിൽ എക്സൈസ് ഓഫീസർ മുസ്ലിം, അതിന് ഒരു 7573 ആപ്ലിക്കൻസ് വന്നിട്ടുണ്ട്. അതേപോലെ സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി ഷെഡ്യൂൾ കാസ്റ്റിൻ്റെ അത് 2 വന്നിട്ടുണ്ട്. വിശ്വകർമ്മ വന്നിട്ടുണ്ട്. ലാറ്റിൻ കാത്തലിക്, ആംഗ്ലോ ഇന്ത്യൻ, ഇതൊക്കെ എക്സാമ്പിൾ ആയിട്ടാണ്. ഇതിൻ്റെ കുറേയും കൂടെ വന്നിട്ടുണ്ട് NCA ലിസ്റ്റ്. ഇതല്ലാണ്ട് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് മെയിനായിട്ട് സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാനിപ്പോൾ സർക്കിൾ ചെയ്ത് വെച്ചിരിക്കുന്ന 3 നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് വന്നിരിക്കുന്നത്. 23/5/2026 അതാണ് നമ്മളുടെ എക്സാമിൻ്റെ ഡേറ്റ്. 82 ദിവസമുണ്ട് എക്സാമിന്. അപ്പോൾ അത് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ 82 ദിവസം എന്നുള്ള കാര്യം നമ്മൾ എന്തായാലും തലയിൽ കയറ്റി വെക്കുക. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എക്സാം നടക്കാൻ പോകുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യാൻ നോക്കുക. 8/5/2026 8th മെയിനാണ് നമ്മുടെ ഹോൾ ടിക്കറ്റ് വരാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് കൺഫർമേഷൻ കൊടുക്കാൻ മറക്കരുത്. 27th ഫെബ്രുവരി മുതൽ 18th മാർച്ച് വരെയാണ് കൺഫർമേഷൻ വിൻഡോ ഓപ്പൺ ആയിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സ്? 23 മെയിന് എക്സാം നടക്കും. 8th മെയിന് നമ്മുടെ ഹോൾ ടിക്കറ്റ് വരും. അതേപോലെ തന്നെ 27th ഫെബ്രുവരി മുതൽ 18th മാർച്ച് വരെ നമ്മുടെ കൺഫർമേഷൻ വിൻഡോ ആണ്. അപ്പോൾ അതിനുള്ളിൽ കൺഫേം ചെയ്യാൻ മറക്കണ്ട. അതേപോലെ നമ്മുടെ എക്സാം 1.5 മണിക്കൂറായിരിക്കും. 100 മണിക്കൂറാണ് എക്സാം വരുന്നത്. അതേപോലെ നമ്മൾ അപേക്ഷിച്ചിരിക്കുന്ന ആൾക്കാർ ഓരോ ഡിസ്ട്രിക്റ്റ് വൈസായിട്ട് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ കൊടുത്തിരിക്കുന്ന പോലെ നമ്മൾ ട്രിവാൻഡ്രത്ത് 18,368 ആൾക്കാർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇപ്പോൾ നോക്കുകയാണ് പത്തനംതിട്ടയാണെന്നുണ്ടെങ്കിൽ 6,018 ആൾക്കാരെ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. നേരെ മറിച്ച് ഇപ്പോൾ എറണാകുളം നോക്കുകയാണെങ്കിൽ 11,604 ആൾക്കാർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ഡിസ്ട്രിക്റ്റിലും നല്ല ചേഞ്ച് ഉണ്ട്. ആപ്ലിക്കൻസിൽ അപേക്ഷകർ ഓരോ സ്ഥലത്തും ഓരോ വ്യത്യാസമുണ്ട്. ട്രിവാൻഡ്രത്തും എറണാകുളത്തൊക്കെ കുറേയും കൂടെ കൂടുതൽ വരുമ്പോൾ പത്തനംതിട്ടയിലൊക്കെ കുറേയും കൂടെ കുറവാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ വയനാടൊക്കെ ആണെന്നുണ്ടെങ്കിൽ 5,254 വന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഓരോ ഡിസ്ട്രിക്റ്റിന് അപേക്ഷയുടെ വ്യത്യാസമാണെന്നും കൂടെ മനസ്സിലാക്കാം. അപ്പോൾ 82 ദിവസമാണ് 23rd മെയ്, അതായത് നമ്മുടെ പരീക്ഷയ്ക്ക് 82 ദിവസമാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ എന്തായാലും അതനുസരിച്ച് ഫോക്കസ് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് എന്താ? നമ്മളൊരു എയിം സെറ്റാക്കണം. ആ എയിം എന്താണെന്ന് നമ്മൾ ഇപ്പം നോക്കും. അതെങ്ങനെയാണ് എയിം സെറ്റാക്കുക? നമ്മൾ കട്ട് ഓഫ് അനലൈസ് ചെയ്യണം. കട്ട് ഓഫ് അനലൈസ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എത്ര എയിം ചെയ്യണം, എത്ര മാർക്ക് എയിം ചെയ്യണം എന്നുള്ളൊരു ഐഡിയ കിട്ടും. ആ ഐഡിയ ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ കട്ട് ഓഫ് അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 2023ലെയും 24ലെയും കട്ട് ഓഫാണ് അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയാലോ. ട്രിവാൻഡ്രത്ത് കട്ട് ഓഫ് 53 2023ലാണ്. കൊല്ലം 49.33, പത്തനംതിട്ട 44.33, ആലപ്പുഴ 49, കോട്ടയം 46.67, ഇടുക്കി 45.67, എറണാകുളം 50, തൃശ്ശൂർ 50, പാലക്കാട് 52, മലപ്പുറം 51.33, കോഴിക്കോട് 55.33, വയനാട് 50, കണ്ണൂർ 51.33, കാസർഗോഡ് 49. അപ്പോൾ നമുക്ക് കാണാം ഒരു 49 അല്ലെങ്കിൽ 45 ഒക്കെ മുതൽ നമുക്ക് ഓൾമോസ്റ്റ് 53 വരെ പോയിട്ടുണ്ട്. അതാണ് ആ ഒരു കട്ട് ഓഫിൻ്റെ ഒരു ഫ്രെയിം വന്നിരിക്കുന്നത്. ആ ഒരു റേഞ്ചിലാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. ഏറ്റവും കുറവ് 45 കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ 53. ഇപ്പോൾ ട്രിവാൻഡ്രമൊക്കെ പോകുമ്പോൾ 53 ഒക്കെയാണ് പോയിട്ടുള്ളത് കട്ട് ഓഫ്. പക്ഷേ ആ ഒരു റേഞ്ചിലാണ്. അപ്പോൾ ജനറലി നോക്കുകയാണെങ്കിൽ അത് അത്രയും വലിയ കട്ട് ഓഫ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഒരു 45 to 53 വാങ്ങിക്കാൻ പറ്റിയിരുന്നുണ്ടെങ്കിൽ 2023 റാങ്ക് ലിസ്റ്റിൽ വരാൻ പറ്റുമായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ നേരെ 2024 കട്ട് ഓഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രിവാൻഡ്രം 59.61, കൊല്ലം 57.67, പത്തനംതിട്ട 56, ആലപ്പുഴ 51.33, കോട്ടയം 53, ഇടുക്കി 52.67, എറണാകുളം 59, തൃശ്ശൂർ 57.33, പാലക്കാട് 58.67, മലപ്പുറം 55.67, കോഴിക്കോട് 56.67, വയനാട് 52.67, കണ്ണൂർ 58.33, കാസർഗോഡ് 50. അപ്പോൾ നമ്മൾ ഒരു മാറ്റം ശ്രദ്ധിക്കുന്നില്ലേ? എന്താണ് മാറ്റം വരുന്നത്? കട്ട് ഓഫ് ഓബ്വിയസ്ലി കൂടിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ 45 മുതൽ 53 ഉണ്ടായിരുന്ന കട്ട് ഓഫ് ഇപ്പോൾ നമുക്കൊരു 50 to 59 റേഞ്ചിലേക്ക് അങ്ങനെ അങ്ങോട്ട് ജമ്പ് ആയിട്ടുണ്ട്. അപ്പോൾ കട്ട് ഓഫിൻ്റെ മാർക്ക് നല്ലോണം കൂടിയിട്ടുണ്ട്. അപ്പോൾ ട്രിവാൻഡ്രമൊക്കെ 59, ഓൾമോസ്റ്റ് 60 വരെ എത്തിയിട്ടുണ്ട് കട്ട് ഓഫ്. അപ്പോൾ നമ്മൾ എന്തായാലും അതിൽ കൂടുതൽ പ്രതീക്ഷിക്കണം. അതേപോലെ തന്നെ നമ്മളിപ്പോൾ എത്ര ആൾക്കാരാണ് റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കാണാം. 2023 ട്രിവാൻഡ്രം 368, കൊല്ലം 385, പത്തനംതിട്ട 239, ആലപ്പുഴ 176, കോട്ടയം 272, ഇടുക്കി 270, എറണാകുളം 423, തൃശ്ശൂർ 370,
പാലക്കാട് 299, മലപ്പുറം 237, കോഴിക്കോട് 179, വയനാട് 169, കണ്ണൂർ 243, അതേപോലെ കാസർഗോഡ് 194. നമ്മൾ നോക്കുകയാണെങ്കിൽ ജനറലി അത്യാവശ്യം നല്ലോണം റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഇത് സപ്ലിമെൻ്ററി ലിസ്റ്റ് ഇൻക്ലൂഡിങ് അല്ലാത്തതാണ്, മെയിൻ ലിസ്റ്റ് മാത്രമാണ്. അപ്പോൾ അത്യാവശ്യം ആൾക്കാർ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. പക്ഷെ നേരെ നമുക്ക് 2024 ഒന്ന് പോയി നോക്കാം. ട്രിവാൻഡ്രം 301, കൊല്ലം 234, പത്തനംതിട്ട 167, ആലപ്പുഴ 232, കോട്ടയം 374, ഇടുക്കി 379, എറണാകുളം 310, തൃശ്ശൂർ 305, പാലക്കാട് 306, മലപ്പുറം 375, കോഴിക്കോട് 309, വയനാട് 235, കണ്ണൂർ 235, കാസർഗോഡ് 311. അപ്പോൾ നമുക്ക് കാണാം കമ്പാരിറ്റീവ്ലി റാങ്ക് ലിസ്റ്റിലെ ആൾക്കാർ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറവാണ്. അതും 2024 മെയിൻ ലിസ്റ്റ് സപ്ലിമെൻ്ററി ലിസ്റ്റും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ലിസ്റ്റാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 2 ഫാക്ടേഴ്സാണ് കൺസിഡർ ചെയ്യുന്നത്. ഒന്ന് കട്ട് ഓഫ്, ഒന്ന് റാങ്ക് ലിസ്റ്റിൽ വന്നിരിക്കുന്ന ആൾക്കാർ. അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ വന്നിരിക്കുന്ന ആൾക്കാർ കുറവാണ്, അപ്പോൾ കട്ട് ഓഫ് ഓട്ടോമാറ്റിക്കലി കൂടുകയും ചെയ്യും. അപ്പോൾ കോമ്പറ്റീഷനും നല്ലോണം കൂടിയിട്ടുണ്ട് എന്നുള്ളൊരു ഐഡിയ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെക്കണം. അതനുസരിച്ചിട്ട് വേണം നമ്മൾ പഠിക്കാൻ. ഇപ്പോൾ നമ്മൾ നോക്കിയിരിക്കുന്ന 49 to 53 റേഞ്ചിലുണ്ടായിരുന്ന, അല്ലെങ്കിൽ 45 to 53 റേഞ്ചിലുണ്ടായിരുന്ന 2023 കട്ട് ഓഫ് നേരെ 2024 ആയപ്പോൾ നമുക്കൊരു 50 to 59 റേഞ്ചിൽ വന്നു തുടങ്ങി. അപ്പോൾ അത്രയും ജമ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി എയിം ചെയ്യുമ്പോൾ 60-65 അബവ് ആയിട്ട് എയിം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റാങ്ക് ലിസ്റ്റ് വരാനുള്ള ചാൻസസ് കൂടും. അപ്പോൾ നമ്മൾ ആ ഒരു ഫോക്കസ് വെച്ചിട്ട് വേണം പഠിക്കാൻ. അപ്പോൾ ആ റാങ്ക് ലിസ്റ്റിൽ നമ്മൾ ടോപ്പിൽ വരണമെന്നുണ്ടെങ്കിൽ, ടോപ്പ് ഒരു 100ൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഒരു 65 അബവ് വാങ്ങിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതിനൊക്കെയാണ് നമ്മൾ ഈ കട്ട് ഓഫ് അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു എയിം വെച്ച് പഠിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നമുക്ക് 82 ദിവസമുണ്ട്, നമുക്കൊരു എയിം കിട്ടുകയാണ്, ഒരു 65 എങ്കിലും നമുക്ക് വാങ്ങിക്കണം എക്സാമിനെന്നുണ്ടെങ്കിൽ നമ്മൾ 1.5 മണിക്കൂറുടെ എക്സാം എടുത്തിട്ട് നമ്മൾ ആ ഒരു 65 വാങ്ങിക്കാൻ നോക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്തിട്ട് നമ്മൾ 65 വാങ്ങിക്കാൻ നോക്കുക. എന്നിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കുറേ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ആ ഒരു എയിം വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ കയറാനുള്ള ചാൻസസ് നല്ലോണം കൂടും. അപ്പോൾ നമുക്ക് എക്സാമിന് എന്തായാലും 82 ദിവസമാണല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ സിലബസ് തന്നെ. അപ്പോൾ സിലബസിൽ നമ്മൾ എല്ലാ ടോപ്പിക്കിനും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുത്താൽ അത്രയും എഫക്റ്റീവായിട്ട് പഠിക്കണം എന്നില്ല. അപ്പോൾ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ താഴത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറൻറ്റ് അഫെയർസ്, മാത്സ്, മെൻ്റൽ എബിലിറ്റി, ജനറൽ ഇംഗ്ലീഷ് നോക്കുകയാണ്, മലയാളം, അതേപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്സ്, ഇത്രയും ഭാഗങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു വലിയ എമൗണ്ടാണ് മാർക്ക് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു ഭാഗത്ത് ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കോർ ചെയ്യാനുള്ള ചാൻസസ് നല്ലോണം കൂടും. കാരണം ഈ ഭാഗങ്ങൾ നമ്മൾ പഠിച്ചാലും നമുക്ക് നല്ലോണം എക്സാമിന് എഴുതാൻ പറ്റുന്ന ഭാഗങ്ങളാണ്. അല്ലാണ്ട് നമ്മൾ ചാൻസിന് വിട്ടു കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യും. ഇപ്പോൾ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എന്നുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലോണം മാർക്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്സ് ഒക്കെ നമ്മൾ നല്ലോണം പഠിക്കണം. കാരണം നമ്മൾ എക്സാമിന് മാത്രമല്ല, നമ്മൾ കയറാൻ പോകുന്ന ജോലിക്കും ഇത് ഭയങ്കര ആപ്ലിക്കബിൾ ആണ്. അപ്പം നമ്മൾ എന്താ പറയുക, നമ്മൾ ആ സ്പെഷ്യൽ ടോപ്പിക്സിനെ ഡീപ്പായിട്ട് തന്നെ പഠിക്കാൻ നോക്കുക. കാരണം നമുക്ക് സമയമുണ്ട്. അപ്പം നമ്മൾ സമയം നല്ലോണം പ്രയോറിറ്റൈസ് ചെയ്ത് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്സിനൊക്കെ നല്ല സമയം കൊടുക്കാൻ പറ്റും. നല്ലൊരു മാർക്ക് നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്സ് തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ മാത്സ്, ജനറൽ ഇംഗ്ലീഷിലൊക്കെ ഫോക്കസ് ചെയ്യുക. അതേപോലെ തന്നെ കറണ്ട് അഫെയർസ് ഒക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡെയിലി നമ്മൾ ജസ്റ്റ് ഇത്തിരിയായിട്ട് അപ്ഡേറ്റ് ചെയ്താൽ തന്നെ നമുക്ക് കറണ്ട് അഫെയർസിലൊക്കെ പെട്ടെന്ന് മാർക്സ് ഗെയിൻ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ ബാക്കി ടോപ്പിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിസ്റ്ററി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കുറേ കൂടെ വൈഡർ ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഫോക്കസ് കൂടുതൽ കൊടുക്കുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ എക്കണോമിക്സ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനത്തേലൊക്കെ നമ്മൾ കൂടുതൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കൂടെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. കാരണം കുറേയും കൂടെ സ്റ്റാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാൻ പറ്റുന്നത് ഈ ടോപ്പിക്സിലാണ്. അപ്പം നമ്മൾ സിലബസ് ഇങ്ങനെയൊക്കെ അനലൈസ് ചെയ്യുക, അതേപോലെ കട്ട് ഓഫ് ഒക്കെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് പഠന രീതി എങ്ങനെയാണ് എന്നുള്ളൊരു ഇത് എയിം ചെയ്യാൻ പറ്റും. അപ്പം നമ്മളുടെ എയിം എന്താണ്, ഒരു 65 അബവ് വാങ്ങിക്കുക. അതേപോലെ നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എവിടെയാണ്, നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്സിൽ, മലയാളത്തിൽ, ജനറൽ ഇംഗ്ലീഷിൽ, അതേപോലെ മാത്സിലും കറണ്ട് അഫെയർസിലും ഒക്കെ നല്ലോണം ഫോക്കസ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ കലാ, കായികം, സാഹിത്യം, സംസ്കാരം ഇതിൻ്റെ അകത്തൊക്കെ നമുക്ക് ഓൾറെഡി നോട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് ബാക്കി എക്സാംസിനൊക്കെ നോട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് തന്നെ ഇതിന് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനത്തേലൊക്കെ നമുക്ക് എല്ലാ എക്സാംസിനൊക്കെ നോട്ട്സ് ഉണ്ടാവില്ല. അപ്പോൾ അത് തന്നെ റീറിവൈസ് ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ SCERT ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇടയ്ക്കിടയ്ക്ക് ജസ്റ്റ് റിവൈസ് ചെയ്ത് നോക്കുക. കാരണം ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതും കൂടെയാണ്. അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ SCERT ഒക്കെ കമ്പൈൻ ചെയ്യുക, നമ്മൾ സിലബസ് നല്ലോണം പഠിക്കുക, കട്ട് ഓഫ് അനാലിസിസ് അനുസരിച്ച് നമ്മളുടെ എയിം വെക്കുക. അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാം പാസ്സാവാനുള്ള, നമുക്ക് റാങ്ക് ലിസ്റ്റ് വരാനുള്ള, ടോപ്പ് 100ൽ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമുക്കുള്ള ഈ 82 ദിവസം നമ്മൾ ഷോർട്ടായിട്ടോ ലോങ് ആയിട്ടോ കാണരുത്. നമ്മളത് നല്ലോണം പ്ലാൻ ചെയ്ത് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ എവിടേക്കാണ് പ്രയോറിറ്റി കൊടുക്കുക, ആദ്യം പ്രയോറിറ്റി ടോപ്പിക്സ് പഠിക്കുക. ബാക്കി കാര്യങ്ങൾ പഠിക്കേണ്ട എന്നല്ല, ബാക്കി കാര്യങ്ങൾക്ക് നമുക്ക് സമയമുണ്ടെന്നുണ്ടെങ്കിൽ
പഠിക്കുക. അതും ആ ഭാഗങ്ങളിലും നമ്മൾ പ്രയോറിറ്റി ആയിട്ടുള്ള ടോപ്പിക്സ് പഠിക്കുക. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തിട്ട് വേണം പഠിക്കാൻ. അപ്പം നമ്മൾ ഈ കട്ട് ഓഫ് അനലൈസ് ചെയ്യുന്നതിൻ്റെ കൂടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടെ പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുക, ചെയ്ത് നോക്കുക. 1.5 മണിക്കൂറിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ചെയ്ത് നോക്കിയിട്ട് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സാം പാസ്സാവാനുള്ള ചാൻസസ് നല്ലോണം കൂടും. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മൾ എന്തായാലും നല്ലോണം ഫോക്കസ് ചെയ്തിട്ട് പഠിക്കണം. നമ്മൾ ആ പ്രയോറിറ്റി ടോപ്പിക്സിൽ ഫോക്കസ് ചെയ്തിട്ട് പഠിക്കണം. കട്ട് ഓഫ് ഒക്കെ മനസ്സിൽ വെച്ച് തന്നെ പഠിക്കണം. പല പല ഡിസ്ട്രിക്റ്റിൽ പല പല റേഞ്ചിലാണ് അപേക്ഷ വന്നിരിക്കുന്നത്. അതൊക്കെ നമ്മൾ മനസ്സിൽ വെക്കണം. എന്നാൽ നമ്മൾ പഠിപ്പിൽ മാക്സിമം ഫോക്കസ് ചെയ്യുക. എക്സാം എങ്ങനെയാണ് ക്ലിയർ ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക. അപ്പോൾ നമുക്ക് മാക്സിമം ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഒരു LDCയുടെയും LGSൻ്റെയും ലോങ് ബാച്ച് വരുന്നുണ്ട്. 500 മണിക്കൂറാണ് ക്ലാസ്സസ് ഉള്ളത്. ലൈവ് ക്ലാസ്സസും ഉണ്ട്, റെക്കോർഡഡ് ക്ലാസ്സസും ഉണ്ട്, ടെസ്റ്റ് സീരീസ്, ബുക്സ്, മെൻറ്റർഷിപ്സ്, ക്ലാസ് നോട്ട് ഒക്കെ ഉണ്ട്. മെൻറ്റർഷിപ്പ് ബേസ്ഡ് ആയിട്ട് ക്ലാസ്സസ് ആയിരിക്കും. ഇപ്പോൾ ഭയങ്കര ഗൈഡഡ് ആയിട്ട് ക്ലാസ്സസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഗൈഡഡ് ആയിട്ട് പ്രയോറിറ്റൈസ്ഡ് ആയിട്ട് നമുക്ക് ക്ലാസ്സസ് കൊണ്ടുപോകണം. അതേപോലെ എക്സാം ക്രാക്ക് ചെയ്യാനുള്ള ചാൻസസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഈ കോഴ്സസ് എടുക്കാൻ നോക്കുക. ഇന്ന് 2 മാർച്ചിന്, അതായത് ഇന്ന് ഈ ക്ലാസ്സസ് തുടങ്ങുന്നതാണ്. ഒന്നില്ലെങ്കിൽ നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചു നോക്കുക. അപ്പോൾ എന്തായാലും എക്സാമിന് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. മികച്ച പഠനം മിന്റിനൊപ്പം. താങ്ക് യു.